ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ കേക്ക് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിലും അതേപോലെ തന്നെ നല്ല മണത്തിലും നമുക്ക് ഈ കേക്ക് കിട്ടും. മാത്രമല്ല ഓവനൊന്നുമില്ലാതെ ഇതേപോലെ ഒരു ചീഞ്ചട്ടിയിലാണ് നമ്മൾ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നല്ല പഞ്ഞി പോലുള്ള നമ്മുടെ ഈ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. കൂടെ തന്നെ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1/2 കപ്പ് നെയ്യായിട്ട് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ പുറത്തിറക്കി വെക്കണം. അപ്പോഴേ ഇതേപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുള്ളൂ. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു 1/4 കപ്പ് ഓയിൽ മാത്രമേ ചേർക്കാറുള്ളൂ. പക്ഷേ നെയ്യ് ആയതുകൊണ്ടും നല്ല ടേസ്റ്റ് ടൈം വേണ്ടും 1/2 കപ്പ് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര നേരിട്ടല്ല, നല്ലതുപോലെ പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് നെയ്യ് എടുക്കുമ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം ചേർക്കാനായിട്ട്, പൊടിക്കാത്ത പഞ്ചസാരയല്ല. ഇനി ഇത് രണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലെ ബീറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും കുറച്ച് നേരം എടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹാൻഡ് വിസ്കിൽ ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് അധികം നേരം ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങ് ചെയ്തെടുക്കാമല്ലോ, അതുകൊണ്ടാണ്. നമ്മുടെ പഞ്ചസാരയും നെയ്യൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടു, ശരിക്കും ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചസാരയും അതേപോലെ തന്നെ നെയ്യാണെങ്കിലും ഇതേപോലെ ഇത്രയും നന്നായിട്ട് ബീറ്റായി വരാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയാണെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചധികം നേരം തന്നെ പുറത്തിറക്കി വെക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ തണുപ്പോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും ചേർത്ത് ഇതേപോലെ ബീറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 2 മുട്ടയും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയും പഞ്ചസാരയും നെയ്യും ഒക്കെ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് മതിയാവും. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ മുട്ടയാണെങ്കിലും ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈദ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മൈദയുടെ അളവെന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പും ഒരു 3 ടേബിൾ സ്പൂണിൽ കൂടുതലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. 250 ml കപ്പിന് 1 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണെങ്കിലും കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും ഇതേപോലെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് മൈദയും കൂടാതെ ഒരു 1/4 കപ്പ് മൈദയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു 1/4 കപ്പ് മൈദ വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഒരേ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും കൂടി ഈ സമയത്ത് ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്താലും നല്ലതായിരിക്കും കേട്ടോ. ഉപ്പാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടിപ്പോരുത്, ഒരു നുള്ളു മാത്രം. അത് നല്ലതുപോലെ തന്നെ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ അരിച്ചെടുത്തിരിക്കുന്ന ഈ പൊടികളും കൂടി നമ്മുടെ മുട്ടയുടെ മിക്സായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ബീറ്റർ വെച്ച് ഒന്നും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ബീറ്ററൊന്നും വേണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മുടെ മൈദയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സായി വന്നപ്പോൾ ഇതിനകത്ത് 1/4 കപ്പ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പാലെന്ന് പറയുന്നത് തിളപ്പിച്ച ആറിയ പാലൊന്നുമല്ല, കവർ പാൽ തന്നെയാണ്. അപ്പോൾ അതൊരു 1/4 കപ്പ് ഇതേപോലെ കുറച്ച് ചേർത്ത് നല്ലതുപോലെ തന്നെ നമ്മുടെ മൈദയുടെ മിക്സുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരേ 1 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം, ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ ഒരുവിധം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളെപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അളവുകളാണ്. അപ്പോൾ അതുപോലെ മെഷറിംഗ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല, ബാക്കി എല്ലാ ചേരുവകളും അതിനകത്ത് തന്നെ അതേ അളവിൽ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ അവിടെ റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതേപോലെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ കേക്ക് ടിന്നിന് പകരമായിട്ട് കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. നമ്മുടെ ചെറിയ കുക്കറുണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചായപത്രത്തിലാണെങ്കിലും വേറെയും ഒരുപാട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് ഈ കേക്കും അതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഒട്ടും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പറും കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുക്കാം.
നമ്മൾ പറ്റി കൊടുക്കുമ്പോൾ ആ സൈഡിലൊക്കെ ആണെങ്കിലും ഒന്ന് ഓയിൽ പറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല രീതിയിൽ തന്നെ ഇങ്ങ് വിട്ടു പോരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ് ഇതേപോലെ ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ മിക്സ് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുമ്പോൾ ഇതേപോലെ വേണം ഇങ്ങ് വീഴാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അളവുകളൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇതേപോലെ വീണ് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പാല് കൂടുതലായി പോയാലും നല്ല കട്ടിയായിട്ടും അല്ലെങ്കിൽ നല്ല ലൂസായിട്ടൊക്കെ പോവും. അപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് വീണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും കേക്ക് ടിൻ്റെ നേർപകുതി മാത്രമേ ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ആണെങ്കിലും നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് നേരെ അടുപ്പത്തേക്ക് അങ്ങ് വെക്കാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കട്ടിയുള്ള ചീഞ്ചട്ടി തന്നെ വേണം എടുക്കാനായിട്ട്. നല്ല കുഴി ഉണ്ടാവണം, അതേപോലെ തന്നെ നല്ല കട്ടിയും വേണം നമ്മുടെ ചീഞ്ചട്ടിക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചീഞ്ചട്ടി ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് ചീഞ്ചട്ടി കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ ഈ സ്റ്റാൻഡും അതേപോലെ തന്നെ കേക്കിൻ്റെ മിക്സും വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഒരു 40-45 മിനിറ്റ് നമുക്ക് ഒന്ന് റെഡിയായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ അങ്ങ് ആക്കി കൊടുത്തതാണ്. അപ്പോൾ ഒരു 40-45 മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാവേ. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും റെഡിയായെന്ന് അറിയാനായിട്ട് ഒരു സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആ നടുഭാഗം കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി, ഒരു 5-10 മിനിറ്റ് നേരം കൂടി അതേപോലെ അവിടെ ഇരുന്നൊന്ന് റെഡിയായി വരട്ടെ. കണ്ടോ, ആ നടുഭാഗം മാത്രമേ ഒന്ന് റെഡിയായി വരാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് പലരുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിൻ്റെയും അതേപോലെ തന്നെ കേക്ക് ടിൻ്റെയൊക്കെ അളവിനനുസരിച്ചും അതേപോലെ തന്നെ കട്ടിക്കനുസരിച്ചും ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ നോക്കി നിന്നിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നടുഭാഗമൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കയിലാണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്കൊക്കെ ആണെങ്കിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇറക്കി വെച്ച് ആ തീ ചൂടൊന്ന് ആറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ പതുക്കെ ഒന്ന് പിടിവിച്ച് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പം നല്ല ചൂടുണ്ട്, നല്ല പഞ്ഞു വരെയായിട്ട് ഇരിക്കുന്നത്. കണ്ട നടുഭാഗമൊക്കെ ആണെങ്കിലും ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ആ വലിയ ചൂടൊക്കെ നാറിക്കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ചീഞ്ചട്ടിയിൽ സുഖമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കും കൂടി കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല പഞ്ഞുള്ള ഈ കേക്ക് എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കണേ. കണ്ടോ, ഉൾഭാഗമൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നല്ലതുപോലെ തന്നെ പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നെയ്യ് ഉപയോഗിച്ച് മാത്രമല്ല നമ്മുടെ ബട്ടർ ഉപയോഗിച്ചും അതേപോലെ തന്നെ ഗോതമ്പൊടിയും റവയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കേക്ക് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന കേക്കുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ എല്ലാ കേക്ക് റെസിപ്പീസിൻ്റെയും വീഡിയോസിൻ്റെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമ്മുടെ കേക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരോട് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.